രക്ഷിതാക്കൾ ഈ ക്യാമ്പിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്ന ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കുകയാണ്. ഓരോരുത്തരെ പേര് വിളിക്കുന്നില്ല, പെട്ടെന്ന് ഓരോ അങ്ങനെ പാലക്കാടാണ് സുരേഷ. എന്തായാലും ഇങ്ങനെയൊരു സംരംഭം ഇവിടെ നടത്തി ഇത്രയും ഭംഗിയായി വിജയിപ്പിക്കാൻ മുൻകൈയെടുത്ത ഉത്തരമേഖല തന്ത്രസമാജത്തോടും ഇതിന് വേണ്ടി പ്രയത്നിച്ച മറ്റ് ഭാരവാഹികളോടും എൻ്റെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. കാരണം ഇത് പല ദിക്കിലും കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പലതരത്തിൽ ഞാൻ അന്വേഷിച്ചതാണ്. അപ്പോൾ എല്ലാ ദിക്കിലും 2 ദിവസം 3 ദിവസം കുട്ടികളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ വെള്ളത്തിൻ്റെ പ്രശ്നം അത് ഇതൊക്കെ പറഞ്ഞിട്ട് ആരും മുൻകൈ എടുക്കാതെ ഇവിടെ ഇത്രയും ഭംഗിയാക്കിയിട്ട് ഈ ഒരു കാലാവസ്ഥയുടെ വിഷയം ഒക്കെയുള്ള സമയത്ത് ഇത്രയും ഭംഗിയാക്കി നടത്താൻ സാധിച്ചതിൽ വളരെ നന്ദി അറിയിക്കുകയാണ്. ഏതായാലും അടുത്ത വർഷവും ഇതിലും ഭംഗിയായി ഇത് നടത്താൻ ഇവർക്ക് സാധിക്കട്ടെ, അതിനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇരിക്കുന്ന വിശിഷ്ട തന്ത്രി ശ്രേഷ്ഠന്മാരെ, മറ്റ് പഠിതാക്കളായ കുട്ടികളുടെ രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകം ഇത്തരത്തിലൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച് ആ സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശവും നമ്മളെ രക്ഷിതാക്കളായ നമ്മളെ കുട്ടികളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഉള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരം, ഈ ഭാരതത്തിൻ്റെ സംസ്കാരം മുഴുവൻ നിലനിൽക്കുന്നത് നമ്മുടെ ഈ ഷോഡശ സംസ്കാരത്തിൽ ഊന്നി അത് പ്രത്യേകമായി ആദരിച്ചു വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ ബ്രാഹ്മണരിലാണ്. ഈ ലോകത്തിൽ തന്നെ മാതൃക കാണിക്കേണ്ട, ഈ സംസ്കാരം വളർത്തിയെടുക്കേണ്ട ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും നമ്മുടെ വരും തലമുറയിൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ ഈ സംസ്കാരം എന്താണ്, അത് സമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ സമാജത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആണ് ഈ ക്യാമ്പസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എൻ്റെ മകൻ ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. മകൻ്റെ പേര് പ്രണവകൃഷ്ണൻ എന്നാണ്. അവനിപ്പോൾ 10ാം ക്ലാസ്സിലായി. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അവന് പുനഃകളൊക്കെ കഴിഞ്ഞു, സന്ധ്യാമതങ്ങളൊക്കെ കൃത്യമായി ചെയ്യിക്കാറുണ്ട്, സഹസ്രനാമങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ മാത്രം പറയാതെ തന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് വന്ന ആശയമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അച്ഛാ, എനിക്ക് ഈ സംസ്കാരം പഠിക്കണം. എന്തൊക്കെയാണ് ലോകത്ത് നമ്മുടെ ബ്രാഹ്മണരുടെ ധർമ്മം എന്താണ്, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കണതിന് ആ കുട്ടിയിൽ നിന്ന് തന്നെ വന്നതും എൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. നീ ഏത് ജോലി ചെയ്തു കഴിഞ്ഞാലും ഈ സംസ്കാരത്തെ നീ മനസ്സിലാക്കണം. ആരുടെ മുന്നിലും ബ്രാഹ്മണ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ഏത് വേദികളിലും ഏത് അറിവുകൾ നേടേണ്ട സദസ്സിലും നിനക്ക് അതിനുള്ള അവസരങ്ങൾ ഞാൻ എല്ലാ കഴിവുകളും ചെയ്തു കൊടുക്കാമെന്നും അതിന് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച തന്ത്രി സമാജത്തിൻ്റെ ഈ ക്യാമ്പിൽ എൻ്റെ മകൻ അതുകൊണ്ട് പങ്കെടുക്കാനും പറ്റി. ഒരുപാട് അറിവുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. എല്ലാ ശ്രേഷ്ഠന്മാരും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും, രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും അത് ഇനി 10 ദിവസം കഴിഞ്ഞ് നമുക്കറിയാം. നമ്മുടെ ഒരു ചെടി ചിലപ്പോൾ നമ്മൾ കാര്യമായിട്ട് നല്ലൊരു ചെടി നമ്മൾ നല്ല സുഗന്ധമുള്ള പുഷ്പമൊക്കെ ആയിരിക്കാം. ആ പുഷ്പമുള്ള ചെടി നമ്മൾ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച് അതിനെ നമ്മൾ നട്ടു വളർത്തി കുറച്ചു കാലം മാത്രം അതിനെ ശ്രദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ അതെന്നും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവാം. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവാം. അപ്പം അതുപോലെ എന്നും നിലനിൽക്കുന്ന ഒരു വളർന്നു വരുന്ന ഒരു മഹാവൃക്ഷമാകുന്ന നല്ലൊരു ചെടിയായി സുഗന്ധമുള്ള പുഷ്പമായി മാറാൻ ഈ അറിവുകളെ നമ്മൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ പേരിലുള്ള നമ്മുടെ ചൈതന്യത്തെ നമ്മൾ വളർത്തിക്കൊണ്ട് ഈ നല്ലൊരു സമുദായത്തെ, നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ ഇന്നിവിടെ പഠിതാക്കളായി വന്ന എല്ലാ കുട്ടികൾക്കും കഴിയുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ക്യാമ്പുകളെ ഇനിയും സംഘടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സമാജത്തിൻ്റെ സംഘാടകർക്ക് കഴിയുമാറാകട്ടെ.
ഇത്തരത്തിലൊരു നല്ല വേദിക്ക് ഒരുക്കി ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും മറ്റുള്ള എല്ലാ രക്ഷിതാക്കൾക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അത് ഹരികൃഷ്ണനും ഇവിടുത്തെ രാമേട്ടനും അത് നനക്കും മഴ പെയ്യുന്നവരെ. കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലത്ത് പോയിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് നനച്ചുകൊണ്ടേയിരിക്കണം. ഈ പൂജ പഠിച്ചത് അവിടെ അവർ നിർത്തരുത്, അത് നനച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരോട് ഒരു ഓർമ്മ മരം നടാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർമ്മ മരത്തിന് വെള്ളം ഒഴിക്കുന്നത് പോലെ സന്ധ്യാവന്ദനവും